सर आज एयरपोर्ट्स पर खाना इतना महंगा है, एक साधारण सी पानी की बोतल जो 20 रुपए की बाजार में मिलती है वो एयरपोर्ट के भीतर जाकर फूड आउटलेट पे 100 रुपए की मिलती है। ഈ മനുഷ്യനെ കണ്ടുവെച്ച് ഇങ്ങേര് ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പേര് രാഘവ് ചദ്ദ, ആം ആദ്മി പാർട്ടി MP मिलती है। आज यात्री जो इंतजार कर रहे हैं अपनी फ्लाइट का, वो पानी पीकर पेट भर रहा है कि कहीं 250 रुपए की चाय और 350 रुपए का समोसा ना खरीदना पड़ जाए। बताइए सर, एक आम आदमी एयरपोर्ट पर अपने जहाज का इंतजार करते हुए क्या एक चाय नहीं पी सकता? क्या इस पर कोई रेगुलेशन नहीं होना चाहिए? क्या कोई अफोर्डेबल कैंटीन का मैकेनिज्म नहीं होना चाहिए? 1 kg अगर एक्सेस बैगेज हो जाए तो फ्लाइट आपसे हजारों रुपए का किराया वसूलती है, लेकिन कई घंटों के डिले के लिए क्या फ्लाइट हमें कॉम्पनसेट करती है? सर हमें इस देश में एयर यात्रा को लग्जरी ट्रैवल नहीं बताना सर, आम ट्रैवल बनाना है जैसे कि ट्रेन का है। अगर ट्रैवल की रफ्तार बढ़ेगी तभी इस देश की रफ्तार बढ़ेगी। और एक और दिलचस्प चीज है, एक ही सेक्टर की एक ही दिन की सेम एयरलाइन जो अलग अलग समय पर उड़ती है उस ഇദ്ദേഹം 256 രൂപ വില വരുന്ന എയർപോർട്ടിലെ ചായ വിലക്കെതിരെ രാജ്യസഭയിൽ സംസാരിച്ച് പ്രമേയം പാസാക്കി. ഇദ്ദേഹം ചായ വിലയ്ക്ക് വെറും 10 രൂപ ആക്കിയിരിക്കുകയാണ്. അഹമ്മദാബാദ്, മുംബൈ പോലുള്ള എയർപോർട്ടുകളിൽ ഇപ്പോൾ ചായക്ക് 10 രൂപയാണ്, സമൂസയ്ക്ക് 10 രൂപയാണ്. രാജ്യസഭയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം മുംബൈ എയർപോർട്ടിൽ പോയിട്ട് ഇതുപോലെ തന്നെ വില കുറച്ച ചായയുടെയും കടിയുടെയും റേറ്റ് നോക്കാൻ വേണ്ടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പോലുള്ള സാധാരണക്കാരാണ് നമുക്ക് വേണ്ടത്. നമ്മൾ രാജ്യം ഭരിക്കേണ്ട ഇദ്ദേഹത്തെ പോലുള്ളവരാണ്. അദ്ദേഹം എയർപോർട്ടിൽ പോയി അവിടെയുള്ള മെനു വരെ കാണിച്ചിട്ടേ അദ്ദേഹം അവിടുന്ന് തന്നെ ചായയും സമോസയും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽ വരെ പേയ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഇന്ത്യ ഭരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് ഈ രാഘവ് ചദ്ദ എന്ന ഈ ആം ആദ്മി പാർട്ടി MP. ബിഗ് സല്യൂട്ട് സാർ. ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയും വരണം, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വരണം, ഇന്ത്യ മൊത്തം ഇങ്ങനെയുള്ള ആൾക്കാർ ഭരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. കാരണം ഇതാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ഒരു MP ആയാൽ. ഒരു അത്യാവശ്യ ഘട്ടത്തിന് പാവപ്പെട്ടവർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാർ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും വില കൊടുത്ത് ചായ കൊടുക്കുന്നത് എങ്ങനെ നമ്മൾ ആലോചിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ഇടപെടൽ. ഇങ്ങനെയാണ് ജനപ്രതിനിധികൾ വേണ്ടത്. സോ ഇദ്ദേഹം വേറൊരു കാര്യം സംസാരിച്ചിട്ടുണ്ട് മുൻപ്, നമ്മുടെ റീചാർജ് പ്ലാനുകൾക്കെതിരെ. അതായത് 28 ദിവസം മാത്രമേ നമുക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാലിഡിറ്റി കിട്ടുന്നുള്ളൂ. അത് പോരാ, ഒരു മാസം എന്ന് പറയുന്നത് 30 ദിവസമാണ്. 28 ദിവസമാകുമ്പോൾ 12 മാസം പ്ലസ് എക്സ്ട്രാ ഒരു മാസം റീചാർജ് നമ്മൾ ചെയ്തിട്ട് 13 മാസം നമ്മൾ റീചാർജ് ചെയ്യേണ്ടി വരും. അതൊരു ടെലികോം കമ്പനികളുടെ കൊള്ളയാണെന്ന് പറഞ്ഞ് അതിനെതിരെ സംസാരിച്ചാലാണ്. ഇങ്ങനെയുള്ളവർ, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നവർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാറ്റങ്ങൾ വരും. So big salute Raghav Chadda.